കാട്ടാക്കടയിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക്. ടാങ്കറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. കാട്ടാക്കട ചെട്ടിക്കോണം വാർഡിൽ കക്കൂസ് മാലിന്യം തോട്ടിലൊഴുക്കി. സമീപത്ത് റബ്ബർ പാൽ എടുക്കാൻ വന്നയാൾ ശബ്ദം കേട്ട് നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ വരുന്നത് കണ്ട് വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടയിൽ വാഹനം കുഴിയിൽ വീണു. വണ്ടിയിലുണ്ടായിരുന്ന 3 പേരും ഓടി രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ ശാലിനിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ എത്തി. 6 മാസത്തിനു മുമ്പും സമാനമായ രീതിയിൽ സംഭവം ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ചെട്ടിക്കോണം അംഗൻവാടിക്ക് സമീപത്തെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കിയത്. രാവിലെ 3 മണിയോടെയാണ് സംഭവം. ഇതിനു മുൻപും ഈ വാഹനം കാട്ടാക്കടയിൽ ദേവി ഓഡിറ്റോറിയത്തിന് മുന്നിൽ മാലിന്യം ഒഴുക്കിയതായി വാർഡ് മെമ്പർ പറഞ്ഞു. അതുപോലെ നമ്മുടെ ചെട്ടിക്കോണത്ത് കക്കൂസ് മാലിന്യം ഒഴുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, മെമ്പർ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മണി ആവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ എത്തിയപ്പം കണ്ടതാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് വണ്ടി പോകാൻ പറ്റാത്ത വിധം ടയർ ഒരു കുഴിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതുവരെ സ്ഥിരം ചെയ്യുന്നതാണ്. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴുക്കുകയും നമ്മൾ പരാതിപ്പെട്ടിട്ടും ഈ വണ്ടി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 2:30 ഇവിടെ മരം വെട്ടാൻ വന്ന ഒരു പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടത്. അപ്പൊ വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. അപ്പൊ ഈ വാഹനം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നാട്ടുകാരെയൊക്കെ വിളിച്ച് വന്നപ്പോൾ ഈ 3 പേര് ഓടി, താക്കോലും എടുത്തുകൊണ്ടാണ് ഓടിയത്. അപ്പൊ വണ്ടി ക്രെയിൻ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. 2:45 തന്നെ പോലീസ് എത്തി. അവരുടെ നടപടികളെല്ലാം ചെയ്തു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. 2:45 തൊട്ട് ഈ സമയം വരെയും പോലീസ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. വണ്ടി നമ്പർ വെച്ച് നോക്കിയപ്പോഴും മലയും കീഴുള്ള ഒരു ലേഡിയാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനു മുമ്പേ ഫെബ്രുവരി 15-ന് ഈ വണ്ടിയുടെ നമ്പർ വെച്ച് കാട്ടാക്കട ദേവി ഓഡിറ്റോറിയത്തിന് സമീപത്തായിട്ടുള്ള തോട്ടില് വേസ്റ്റ് ഒഴുക്കിയ ഈ വണ്ടി നമ്പർ വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം പോലീസ് ഇവരെ വിളിച്ചിട്ടും സ്റ്റേഷനിൽ എത്തിയിട്ടില്ലായിരുന്നു. 2 വർഷമായി ഈ പ്രദേശങ്ങളിൽ മാലിന്യം തട്ടുന്നതായി പരാതിയുണ്ട്. ഇതിനെതിരെ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനൊരു ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. GTV ന്യൂസ്, കാട്ടാക്കട.